ഇന്ന് നമ്മൾ ചാനൽ 5+ൽ വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണ് ചർച്ച ചെയ്യുന്നത്. പ്രവാസി മലയാളികൾക്കും മറ്റ് നമ്മുടെ നാട്ടിലുള്ള മലയാളികൾക്കൊക്കെ തന്നെ ഏറെ പ്രയോജനപ്രദമായ ഒരു സബ്ജക്റ്റാണ് ഭാഷ. അതൊരു സിദ്ധിയാണ് അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ടാവും, ഒരുപാട് കഴിവുള്ള ആളുകളുണ്ടാവും. പക്ഷേ അവർക്ക് പലർക്കും ഭാഷ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഒരുപാട് മീഡിയകളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റുള്ളവർക്ക് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകൾ നമ്മൾ കാണാറുണ്ട്. സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ, അതുപോലെ തന്നെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട്. ഏതൊരു സിനിമയെ പറഞ്ഞാൽ ഇപ്പം അങ്ങ് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര ദിവസം കൊണ്ട് ഭാഷ പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ എമൗണ്ടുകളൊക്കെ വാങ്ങിയിട്ട്, പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിൽ പകുതിയിലധികം ആളുകൾ പോലും ഇപ്പോഴും ആ പഴയ നിലവാരത്തിൽ നിന്ന് ഉയർന്നിട്ടില്ല. എന്താണ് നമുക്കതിനൊരു സൊല്യൂഷൻ? Did you understand what he said? നമ്മൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, നമ്മൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ കമ്പനിയുടെ പേര് ലാംഗ്വേജ് ആൻഡ് കോ. ലാംഗ്വേജ് ആൻഡ് കോ ലാംഗ്വേജ് കമ്പനിയാണ്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ലാംഗ്വേജിൻ്റെ ഒരു കമ്പനിയാണ് ഇവർ നടത്തുന്നത്. ഇവർ നമ്മളുമായിട്ട് ചാനൽ 5+ ടൈപ്പ് ചെയ്തിട്ട് 3 മാസക്കാലം 4 ഭാഷകൾ, ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക്, ജർമ്മൻ, ഈ 4 ഭാഷകൾ 3 മാസക്കാലം നമ്മൾ സൗജന്യമായി പഠിപ്പിക്കും. അതിന് പ്രാഥമികമായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് ഇത് ഫലപ്രദമാണെങ്കിൽ തുടർന്ന് പോകണമെന്ന് ആലോചിക്കേണ്ടത് പിന്നെ നമ്മുടെ സ്റ്റുഡൻസാണ്. അങ്ങനെയാണല്ലോ അല്ലേ? അപ്പോൾ ഈ 3 മാസം നമ്മൾ സൗജന്യമായി പഠിപ്പിക്കും. അപ്പോൾ ഒരേ സമയത്ത്, ഇത് ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് അല്ലേ, 4 ഭാഷകൾ ഒരേ സമയത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് നമ്മൾ ഒരുക്കുന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്നത് പോലെ ഞാൻ മലയാളത്തിൽ പറയും, നിങ്ങൾക്ക് മലയാളത്തിൽ ചോദ്യം ചോദിക്കാം. അത് 4 ഭാഷയിൽ അതിൻ്റെ വിദഗ്ധർ. ഇന്നിപ്പോൾ നമ്മൾ അദ്ദേഹം അറബി അല്ലേ, ഞാൻ ഇംഗ്ലീഷ്, വി ഹാവ് എ ടീച്ചർ ഫോർ ജർമ്മൻ. ഇപ്പോൾ അദ്ദേഹം അറബിയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ജർമ്മൻ ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുണ്ട്, ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുണ്ട്, സാറ് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യും. ഈ 4 ഭാഷ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ ഒരു വേദിയിലിരിക്കും. ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള മലയാളികൾക്ക് അവരുമായി സംവദിച്ച് അവരുടെ സംശയ നിവാരണം വരുത്തിയിട്ട് തീർച്ചയായിട്ടും ഇവർ പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങളെ ഞങ്ങൾ ഭാഷ പഠിപ്പിക്കുമെന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഏറ്റെടുക്കുന്നത് അല്ലേ? അതെ, അതായത് ഈ 4 ഭാഷയും ഉപയോഗിക്കേണ്ടി വരുന്ന ആളുകൾക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് ഈ സീരീസിലൂടെ പഠിപ്പിക്കാം. സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്? ഇല്ല. ഇപ്പം നമ്മൾ ഈ പറഞ്ഞത് എന്തുകൊണ്ട് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല? ഇയാൾക്ക് നമുക്ക് ഇതെങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം? So his mother tongue is Arabic, he can understand English, he can speak English. അപ്പോൾ ഇപ്പം ഞാൻ ഇയാളുടെ അടുത്ത് his mother tongue is Arabic and ഞാൻ മലയാളിയാണ്. നമ്മളൊരു ശ്രോതാവ് ഇതേപോലെ ചോദിക്കുക, അവർ അറബി അറിയില്ല, ജർമ്മൻ അറിയില്ല, ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. അവർ മലയാളത്തിലായിരിക്കും അവർ ചോദ്യങ്ങൾ ചോദിക്കുക. അവർ സംശയ നിവാരണം മലയാളത്തിലായിരിക്കും. ഇയാളുടെ അടുത്ത് എനിക്ക് ഇയാളെ ഭാഷ എനിക്കും അറിയില്ല, എൻ്റെ ഭാഷ ഇയാൾക്കും അറിയില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? നമുക്ക് അങ്ങോട്ട് പോവാം, നീ ഇങ്ങോട്ട് പോയോ, ഇവിടെ വെയിറ്റ് ചെയ്യൂ, ഇതൊക്കെ പറഞ്ഞ ഇയാൾക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? ഞാൻ എൻ്റെ ആക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ? അപ്പോൾ വാട്ട് ഈസ് അറബിക് വേർഡ് ഫോർ വെയിറ്റ് ഹിയർ? انتظر. Okay. انتظر. Okay. So if I just show you. انتظر. Okay. انتظر. اذهب. പോവാ കണ്ടില്ലേ? സോ ദാറ്റ് മീൻസ് ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയാണ് ഫിസിക്കൽ ആക്ഷൻസ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഒരു ഭാഷ പഠിപ്പിക്കേണ്ടത്. കാരണം നമ്മൾ മലയാളം പഠിച്ചത് എങ്ങനെയാണ്? പാരന്റ് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ മലയാള വാക്കുകൾ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ ആക്ഷൻസ് കാണിച്ചു. നീ ഇങ്ങോട്ട് പോയല്ലോ, മലപ്പുറത്താണെങ്കിൽ ഈജി ഇങ്ങോട്ട് പോകാന്ന് പറയും, അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് അതിനനുസരിച്ച്. അപ്പോൾ ആ ഭാഷയുടെ കൂടെ ആക്ഷൻസ് വന്നപ്പോഴാണ് അത് മനസ്സിലത് റീഡ് ചെയ്യുന്നത്, മനസ്സിലത് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ഭാഷ ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഈസിയാണ്. രണ്ടാമത്തെ കാര്യം, ഒരു ഭാഷ പഠനം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഡിഫറെൻറ്റ് ടാർഗറ്റാണ്. ഓരോ വ്യക്തിയുടെയും ലക്ഷ്യങ്ങൾ ഭാഷ പഠിക്കുക എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആണ്.
ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഡോക്ടറാണെങ്കിൽ അയാൾക്ക് അയാളുടെ വർക്കിംഗ് എൻവയൺമെൻറ്റിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ കഴിയണം. നേഴ്സിന് അത് പറ്റില്ല. രണ്ടുപേരും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ അയാൾ കസ്റ്റമർ, അയാളുടെ മീറ്റിങ്സ്, ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞങ്ങൾ വലിയ ഇവൻറ്റ് ദുബായിൽ പങ്കെടുത്തു. അപ്പം അതിൽ വന്ന പല പ്രഗത്ഭരായ ആളുകൾക്കും ആ വേദിയിൽ അവാർഡ് വാങ്ങിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു 4 വാക്ക് പറയാൻ കഴിയാതെ ഇറങ്ങിപ്പോകണം. അപ്പോൾ അവർക്ക് വേണ്ട ഇംഗ്ലീഷ് വേറെയാണ്. അപ്പോൾ എപ്പോഴും ലാംഗ്വേജ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് നിങ്ങൾ അങ്ങനെ നടത്തുന്നുണ്ട്. നമ്മുടെ കോഴ്സുകൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ എന്തോ ഒരു 10 ദിവസം ഒരു പാക്കേജ്, അങ്ങനത്തെ ഒരു പാക്കേജിനെ കുറിച്ച് ഞാൻ എവിടെയോ കേട്ടതായിട്ട് ഓർമ്മയുണ്ട് അല്ലേ? 10 ദിവസം പാക്കേജാ? അതായത് അയാളുടെ ഒരു 1-on-1 മീറ്റിങ്ങിൽ ആ ബിസിനസ്സുകാരനാണെങ്കിൽ അല്ലെങ്കിൽ സെയിൽസ്മാൻ ആണെങ്കിൽ അയാളുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനൊരു കോഴ്സ് ഫിക്സ് ചെയ്യുന്നുണ്ട്. 10 days എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ടൈമാണ്. അത് ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. പക്ഷെ അയാളുടെ ഒരു കറൻറ്റ് ലെവൽ അനുസരിച്ചിട്ടാണ് അത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 2 കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന്, ലാംഗ്വേജ് നാച്ചുറലായി നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ തന്നെ ആവണം ഇനിയും പഠിക്കേണ്ടത്. നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലായത് വന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ വേറെ ഭാഷയൊന്നുമില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരത് ഫിസിക്കലി കാണിച്ചു തന്നു, ആക്ഷൻസിൻ്റെ സഹായത്തോടെ പഠിപ്പിച്ചു. അതാണ് ഏറ്റവും ഈസി വേ. രണ്ടാമത്തെ കാര്യം, ഓരോ വ്യക്തിയുടെയും ലക്ഷ്യങ്ങൾ ഡിഫറെൻ്റ് ആയതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഒരു സാധനം പഠിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അത് രണ്ടാമത്തെ റീസൺ. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ പല ആളുകളും കോഴ്സിന് ചേരുന്ന ഒരു പക്ഷേ മോർ ദാൻ 95% ആളുകളും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാതിരുന്നിട്ടുണ്ടാകുക. അതായത് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പഠിപ്പിക്കുന്ന ഒട്ടുമുക്കാൽ ആളുകൾ മുറിവൈദ്യന്മാരാണെന്ന് അർത്ഥം. യഥാർത്ഥ രോഗം കണ്ടെത്തിയിട്ടാണല്ലോ നമ്മൾ ചികിത്സിക്കേണ്ടത്. ഇതെല്ലാവർക്കും ഒരേ മെഡിസിൻ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസം. ഓരോ ആളുകളുടെ ആവശ്യങ്ങൾ, സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഇത് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അത് ഈസിയാണ്. ഫ്ലുവൻസി മീൻസ് ടു ബി ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ യുവർ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അപ്പോൾ ഒരാളുടെ ജീവിത സാഹചര്യത്തിൽ എനിക്ക് സംസാരിക്കാനുള്ള കഴിവിനാണ് ഫ്ലുവൻസി എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം അയാൾ BBC ന്യൂസ് കേട്ടാൽ മനസ്സിലാവണമെന്നില്ല. പക്ഷെ അയാളൊരു ന്യൂസ് പത്രം ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് അതാണ് ഫ്ലുവൻസി. അപ്പോൾ അത് ഇറ്റ് ഷുഡ് ബി എ പേഴ്സണലൈസ്ഡ് ട്രെയിനിങ്. രണ്ടത് നാച്ചുറൽ ആയിരിക്കണം. 3, ഇംഗ്ലീഷിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് നമ്മുടെ ഗൾഫിലുള്ള ആളുകൾ അറബ് സംസാരിക്കുന്നത് എങ്ങനെയാണ്? അവർക്കത് കേൾക്കാനുള്ള അവസരം ഉണ്ടാവുന്നവരത് ഉപയോഗിക്കുന്നു, അങ്ങനെ പഠിക്കുന്നു. ഇപ്പോൾ ചെറിയ കുട്ടികൾ ഉമ്മയിൽ നിന്നും അല്ലെ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നൊക്കെ ആണല്ലോ പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ ആരും പഠിപ്പിച്ചു കൊടുക്കും. എനിക്കൊന്ന് 500-500 ഭാഷ വാക്കുകൾ അവരൊരു 6 മാസം കൊണ്ട് എങ്ങാണ്ട് പഠിക്കണ്ടേ അല്ലേ? അതാരും പറഞ്ഞു കൊടുത്തിട്ടല്ല. അപ്പോൾ പിന്നെ അതിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവർ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവസരം അങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റ് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അവസരമല്ല, പക്ഷെ ആൾക്ക് നല്ല ക്ലാസ് കിട്ടുന്നുണ്ട്, നല്ല മെത്തേഡുകളിലൂടെ അയാൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആൾക്കത് ഉപയോഗിക്കാൻ അവസരമില്ലെങ്കിൽ ആ സമയം വേസ്റ്റാണ്. ഒരു ഡ്രൈവിംഗ് പഠിക്കാൻ വന്ന ഒരാളെ ഒരു ക്ലാസ് റൂമിൽ ഇരുത്തിയിട്ട് ഡ്രൈവിങ്ങിൻ്റെ ട്രിക്കുകൾ, ടെക്നിക്സുകൾ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് പരീക്ഷ എഴുതിച്ച് കഴിഞ്ഞാൽ ആൾക്ക് മുഴുവൻ മാർക്കും കൊടുക്കാം. അതിൻ്റെ അർത്ഥം ആൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. ഡ്രൈവിംഗ് സീറ്റിലിരുത്തി ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ട്രിക്സും ടെക്നിക്സും ഗ്രാമറും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, നന്നായി പഠിപ്പിക്കുന്നുണ്ട്. ആളുകൾക്ക് അത് ഓർമ്മ ഉണ്ടാവും, പരീക്ഷ എഴുതിയ മാർക്ക് കിട്ടും. സംസാരിക്കാൻ കഴിയുന്നില്ല. സംസാരിച്ച് തന്നെ പഠിക്കണം. നീന്തി പഠിച്ചതുപോലെ അതിലൊരു വിഷയം. ഇപ്പോൾ എനിക്ക് ഈ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലാംഗ്വേജ് പഠിക്കാൻ ചെയ്യില്ല, ഒരു നാണക്കേട് ഉണ്ടാവും. അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര നാണമായിരിക്കും. കാരണം എന്നെ അറിയുന്ന ആളുകളുണ്ടാവും. എനിക്ക് നന്നായിട്ട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ അറിയുമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഇവരൊക്കെ എന്നെക്കുറിച്ച് എന്ത് ധരിക്കും എന്ന് കരുതിയിട്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ ഇത് ഞാൻ മടിച്ചു നിൽക്കുന്നത്. ഇങ്ങനെ കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നാട്ടിലുണ്ട്, ഗൾഫിലുണ്ട്. ഇവർക്ക് എന്ത് സിസ്റ്റം? നമ്മൾ പറഞ്ഞത് തന്നെ സൊല്യൂഷൻ. ഈ 10 ദിവസം പാക്കേജ് ഞങ്ങൾ ഒന്നിച്ച് അങ്ങനെ എന്തൊരു ആള് ഇംഗ്ലീഷ് പഠിക്കുന്നത് വേറൊരാൾ അറിയുന്നില്ല. കാരണം അത് പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് ആണ്, 1-on-1 ആണ്. അയാളുടെ പ്രോബ്ലം ഒരു കറന്റ് ലെവൽ അസസ്മെന്റ് നടത്തി അയാളുടെ ലക്ഷ്യത്തിലേക്ക്. അപ്പോൾ ഇതാണ് അത് നമ്മളെ ഈ കോഴ്സിലല്ല കേട്ടോ. അപ്പം നമ്മൾ ചാനൽ നടത്തുന്ന കോഴ്സ് അല്ല, അത് സെപ്പറേറ്റ് കോഴ്സാണ്. ജനറൽ ആയിട്ടുള്ളതാണ്, മറ്റു സെപ്പറേറ്റ് കോഴ്സ്. ഇംഗ്ലീഷ് വേർഡ്സുകൾ, ഫ്രേസസുകൾ, അറബിക്ക്. അപ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഈ ക്ലാസ് നടത്തുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, അറബിയിൽ
പറയുകയും നിങ്ങളതൊന്ന് നമ്മുടെ ശ്രോതാക്കൾക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാം. Okay, let's try. Our viewers want to learn to introduce themselves in Arabic. So I'll tell them in English and Malayalam, and you can translate into Arabic. Okay. So നമ്മുടെ ആക്ഷൻ ഇത് മൈ എന്നുള്ള ആക്ഷൻ മൈ നെയിം ഈസ് മുസ്തഫ. اسمي الياس. എല്ലാ മലയാളികൾക്കും അറിയുന്ന ഒരു വേർഡാണ് അത്. മൈ നെയിം ഈസ് മുസ്തഫ, മൈ നെയിം ഈസ് ഇലിയാസ്, മൈ നെയിം ഈസ് അഷ്റഫ് എന്നൊക്കെ സ്കൂളിൽ പോയ എല്ലാവർക്കും അറിയുന്നതാണ് പേര് പറയുന്നത്. ഓക്കെ. ഐ എം ഫ്രം ഇന്ത്യ. أنا من سوريا. നിങ്ങളൊന്ന് പറഞ്ഞു. സിറിയ അല്ലേ? അദ്ദേഹം സിറിയക്കാരനാണ്. ഐ എം ഫ്രം ഇന്ത്യ. ഐ എം ഫ്രം ഇന്ത്യ. ഓക്കെ. ഐ എം എ ടീച്ചർ. أنا مدرس. أنا مدرس. നമ്മൾ ദർസൊക്കെ മുദരിസ്. أنا مدرس. أنا مدرس. I am a student. أنا طالب. أنا طالب. അപ്പോൾ أنا ഞാൻ എന്നുള്ളതിന് أنا അധ്യാപകൻ എന്നുള്ളത് മുദരിസ്, സ്റ്റുഡന്റ് എന്നുള്ളതിന് طالب. താലിബ്. طالب. താലിബ്. My name is Mustafa. اسمي اسمي وأقول اسمي أنا إلياس. اسمي مصطفى. مصطفى. Enough. Yes. اسمي നിങ്ങളൊന്ന് പറഞ്ഞേ. ഇസ്മി അബ്ദുൽ നാസർ. Okay. Good. Okay. I am from India. أنا من سوريا. ഫ്രം എന്നുള്ളതിന് മിന്നാണ്. അപ്പൊ എനിക്ക് വലിയൊരു ചോദ്യമുള്ളത് എന്താരോ, നമ്മൾ സൂപ്പർ മാർക്കറ്റ് ചെന്നിട്ട് ഇതിനെന്താണ് വില, അതെങ്ങനെ ചോദിക്കും? Okay. How much is it? Suppose that we are in a supermarket okay. and I want to ask the price. How much is it? أقول بكم هذا. بكم هذا. بكم هذا. Become هذا. هذا. Yes. Become هذا അല്ലേ? Not come هذا. We can't say. نستطيع أن Which is نقول good. Which is good. بكم. It's very common. നമ്മൾ മലയാളികൾ മിനിമം പഠിച്ചു വരുന്ന വേണം കം ഹാദ. കം ഹാദ. ബി ഇപ്പുറത്തുണ്ട്. ബി ഉണ്ടല്ലേ? ബി ഉണ്ട്. B is there. So what is the right word? I mean the colloquial language. Two. Suppose. بكم أو كم. Come هذا or become هذا. മലയാളികൾക്ക് വലിയൊരു പ്രശ്നം ബാർഗെയിനിങ് ആണ്. ഇത് വല്ലതും കുറച്ച് തരുമോ എന്നുള്ളത് എങ്ങനെ ചോദിക്കണ്ടേ? Can you reduce this price? For example, I ask for a mobile. I want to buy a mobile, and I ask him how much is it. Then they said, 50,000 dirhams. Then I say it's expensive. I want to bargain. Yeah. Asking to reduce the price. أقول في العربية ممكن تعمل لي تخفيض. 3 words. ممكن. ممكن. Yes. ممكن means can you. ممكن. ممكن. Can you speak Arabic? ممكن. تتحدث العربية. Right. Okay. Can't speak Arabic. ممكن تتحدث العربية. Here ممكن. Yeah. So can you ممكن تعمل لي make for me أو give for me. تعمل لي discount. Yeah. تخفيض. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് പഠിച്ചോളി. ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ മറ്റോ ചെല്ലുമ്പോൾ ബാർഗെയിനിങ് ചെയ്യാൻ ആദ്യം പഠിക്കേണ്ടത് അതാണ് അല്ലേ? അതുപോലെ നമ്മൾ വഴി ചോദിക്കുമ്പോൾ ഈ ബസ് അല്ലെങ്കിൽ ഈ ട്രെയിന് അല്ലെങ്കിൽ ഇന്ന സ്ഥലം ഇപ്പോൾ നമ്മൾ മെട്രോയിലൊക്കെ കയറുമ്പോൾ ഈ നമ്മൾ പോകേണ്ട സ്റ്റേഷനിൽ അത് ഏത് കമ്പാർട്ട്മെൻറ്റിൽ ഏത് പ്ലാറ്റ്ഫോമിലാണെന്നൊക്കെ ചോദിക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മൾ യാത്രക്കാരിൽ വരുന്ന ഒരനുഭവം. So can you tell us some useful phrases that we can use in metro station or bus station? Okay. Which train goes to Abu Hail? No. Which platform I can get the train to Abu Hail? في محطة القطار في محطة المترو نستخدم عبارات شائعة يقولها الناس بكثرة مثل أين المحطة. Where is the station. أين المحطة. نعم أين المحطة. أو so where is the college. أين الجامعة. أين الجامعة. ജാമ്യ. Okay. not جامعة. جامعة. Okay. അപ്പോൾ ഇതിലേ every market. Where is the market. أين السوق. أين السوق. എവിടെയാണെന്നുള്ളതിന് അയിന. വളരെ എളുപ്പമല്ലേ? സിമ്പിളാണത്. Where is your brother.
أين أخوك അഖൂഖ്. ആ, ഐന brother അഖൂഖ്. എന്നല്ല. ഓക്കെ. സഹോദരൻ. ഐന അഖൂഖ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ചെറിയ ഒരു സമയം കൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ അറിയാതെ ഇംഗ്ലീഷും കൂടി പഠിച്ചു. കാരണം ഞാൻ മലയാളത്തിൽ ചോദിക്കുന്നത് അദ്ദേഹം ഇംഗ്ലീഷിൽ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം അതിന് അറബിയിൽ പറയുകയും ചെയ്യുമ്പോൾ അപ്പോൾ എനിക്കൊരൊറ്റ ചോദ്യം ഇനിയുള്ളൂ. നമ്മളൊരു 3 മാസം കൊണ്ട് ഒരു അത്യാവശ്യം കാര്യങ്ങൾക്ക് ഒരു കൈകാര്യം ചെയ്യാൻ നമ്മുടെ സ്റ്റുഡൻസിന് കഴിയുമെന്നൊരു ഉറപ്പ് നിങ്ങൾ അതായത് ഈ 3 മാസത്തെ കോഴ്സ് കൊണ്ട് ജനറലി ആളുകൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അത്യാവശ്യം ജനറൽ ആയിട്ടുള്ള ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഡോക്ടറാണെങ്കിലും പിന്നെ സ്റ്റുഡൻ്റ് ആണെങ്കിലും മെട്രോ സ്റ്റേഷനിൽ പോയി പറയേണ്ട കാര്യം ഓൾമോസ്റ്റ് പിടിച്ചു നിൽക്കാനുള്ള അങ്ങനെ പറയാം. ആര് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും കം ഹാദ വാട്ട് വാസ് ദ വേർഡ് യു സെഡ് become ബിക്കം ഹാദ Become hada. ഹൗ മച്ച് ഈസ് ഇറ്റ് ഇതെല്ലാവർക്കും പറയേണ്ടതാണ്. അങ്ങനെ എല്ലാവർക്കും പറയേണ്ട കുറച്ച് ഇംഗ്ലീഷും കുറച്ച് അറബിക്കും മീൻസ് ബേസിക് അതായത് ഇംഗ്ലീഷ്. വിദേശ രാജ്യങ്ങളിൽ വന്നാൽ അല്ലെങ്കിൽ ഭാഷ മലയാളം അറിയാത്ത ഒരാളെടുത്ത് വന്നാൽ ഹിന്ദിയിലും അറബിയിലും ഇംഗ്ലീഷിലും ജർമ്മനിയിലും പിടിച്ചു നിൽക്കാനുള്ള കാര്യങ്ങൾ നമ്മളൊരു 3 മാസം കൊണ്ട് എന്തായാലും അവരെ പഠിപ്പിക്കാൻ കഴിയും. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നിങ്ങളെ Personalized training. ഈ കോഴ്സ് എങ്ങനെയുണ്ട്, നിങ്ങൾക്കത് ഉപകാരപ്രദമാവോ, ഇത് 100% സൗജന്യമാണ്. ഒരു രൂപ പോലും നിങ്ങളോട് ഫീസ് ഈടാക്കുന്നതല്ല. അതിനുശേഷം നിങ്ങൾക്ക് വിലയിരുത്താം. മറ്റേത് നിങ്ങൾ പരസ്യം കണ്ട് നേരെ എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം അല്ലെങ്കിൽ ഇന്ന ഭാഷ പഠിക്കാമെന്ന് പരസ്യം കണ്ട് നിങ്ങൾ പണം ചിലവഴിക്കുന്നതിന് പകരം ഒരു 3 മാസം നിങ്ങൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുക. നമുക്ക് എങ്ങനെ ഇവരുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ? ലാംഗ്വേജ് ഫാക്ടറി ലാംഗ്വേജ് കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയുമായിട്ട് നമുക്ക് കമ്പനി കൂടാൻ പറ്റുമോ, അതോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മയസലാമ എന്നല്ല പറയാം, ഗുഡ് ബൈ. വാട്ട് ഈസ് റൈറ്റ് വേർഡ് ഓഫ് ഗുഡ് വേർഡ്? മയസലാമ പറഞ്ഞിട്ട് അവസാനിപ്പിക്കണോ നിങ്ങൾക്ക് തീരുമാനിക്കുക. ഇതൊരു സുവർണ അവസരമാണ്. ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. Before we stop, can we just share those 4 phrases to introduce? Yeah. I'll repeat. My name is Mustafa. اسمي إلياس. Ismi Ilyas. എൻ്റെ പേര് ഇസ്മി. Ismi Yes. Ilyas. Ismi Ilyas. ഇത്ര പണിയേ ഉള്ളൂ അല്ലേ? Ismi Ilyas. Okay. I'm ഇസ്മി പഠിച്ചാൽ മതി. Yeah. I am from India. أنا من سوريا. For India الهند. We say in Arabic الهند. أنا من الهند. Ana min means from. Okay. Ana min al-Hind. Okay. ഞാൻ ഇന്ത്യയിൽ നിന്ന്. ഇന്ത്യക്ക് അൽ ഹിന്ദ് എന്നാണ് അറബിയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ മലയാളം പറയാം, നിങ്ങൾ അറബ് പറയാം. ഓക്കെ. പ്രയാസമാണ്. ഞാനിപ്പോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണുള്ളൂ. ഞാൻ മലയാളം പറയാം. ഇസ്മി ബാക്കി പറയാം. ഇസ്മി അബ്ദുൽ നാസർ. ഓക്കെ. അന മിൻ അനമിൻ അനഫിൽ. What is that? أنا من ഇന്ത്യ. Okay. Al-Hind. Al-Hind. അൽഹിന്ദ്. അനമിൻ അൽഹിന്ദ്. Al-Hind. Ana min al-Hind. Next word. أعمل. A'mal. My job. Yes. അമൽ എൻ്റെ ജോലി. Yes. A'mal. مدرس. അമൽ മുദരിസ്. അമൽ ജേർണലിസ്റ്റ്. Okay. Yes. I'm a journalist. ജേർണലിസ്റ്റിന് അറബിയിൽ എന്താ പറയാ? Journalist. صحفي. ജേർണലിസ്റ്റ്. صحفي. സഹഫിൽ. نعم. صحفي. 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 സഹഫി. പ്രയാസമാണ് വാക്ക് പഠിക്കാൻ. Safi. Safi. A'mal. مدرس. أعمل طالب. طالب. أعمل businessman. أعمل هنا سياق مختلف other context. So I said أنا رجل أعمال. رجل أعمال. أنا رجل أعمال. أنا رجل എന്ന് പറഞ്ഞാൽ ബിസിനസ്മാനാ. I am a businessman. أنا رجل أعمال. Okay. أنا مدرس. أنا صحفي. أنا مدرس. I am teacher. أنا مدرس. أنا طالب. Okay. I am طالب. أنا مدرس. أنا مدرس. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 3 മാസം കൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ഭാഷാ പരിജ്ഞാനം ചാനൽ 5+ഉം നമ്മുടെ ലാംഗ്വേജ് ആൻഡ് കോ ആണ്. ഞാനതിങ്ങനെ മാറിപ്പോയി. ഒരു കമ്പനി എന്ന് സാധാരണ ആരും ഉപയോഗിക്കാറില്ല. ലാംഗ്വേജ് ആൻഡ് കോയും കൂടി കൂടിയിട്ട് നമ്മളൊരു ഉറപ്പ് തരുന്നു. നിങ്ങളിത് ഉപയോഗപ്പെടുത്തണം. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ നിർത്തുന്നു. ശുക്രൻ ജസീലൻ.